മന്ത്രിയുടെ ഇടപെടലും വെറുതെയായി. കുട്ടനാട്ടിൽ കർഷകരോടുള്ള ചൂഷണം തുടർന്ന് മില്ലുടമകൾ. രണ്ടാം കൃഷിയുടെ നെല്ല് സംഭരണം തുടരുന്ന കുട്ടനാട്ടിൽ ഗുണനിലവാര പരിശോധനയുടെ പേരിലാണ് മില്ലുകാർ കർഷകരെ ചൂഷണം ചെയ്യുന്നത്. ഈർപ്പത്തിന്റെയും പതിരിന്റെയും പേരിൽ അനാവശ്യമായി കിഴിവ് ആവശ്യപ്പെടുകയും നൽകാൻ തയ്യാറാകാത്ത കർഷകരെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്ന തന്ത്രമാണ് മില്ലുകാർ പയറ്റുന്നത്. വിഷയം മന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പാഡി പേയ്മെന്റ് ഉദ്യോഗസ്ഥരോ കൃഷിവകുപ്പോ പ്രശ്നത്തിൽ ഇടപെടാത്തത് കർഷകരുടെ പ്രതിഷേധത്തിനിടയാക്കുന്നു. അമ്പലപ്പുഴ തെക്ക്, നടുക്കെ, മേലത്തിങ്കരി, കാവിപ്പാടം തുടങ്ങിയ പാടങ്ങളിലാണ് ഏറ്റവും ഒടുവിൽ നെല്ല് സംഭരണത്തിൽ മില്ലുകാരുടെ ശീതസമരത്തിന് കർഷകർ ഇരയായത്. സ്വാഭാവികമായിട്ട് ഇവിടുത്തെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളെല്ലാം തന്നെ ഈ കർഷക ചൂഷണത്തിന് അവസരമൊരുക്കുന്നതാണ്. ഇത്തവണ ഏറ്റവും നല്ല ഗുണനിലവാരമുള്ള നെല്ലിന് പോലും ഏറ്റവും കുറഞ്ഞത് 3 കിലോ കിഴിവ് എടുത്തെങ്കിൽ മാത്രമേ നെല്ല് സംഭരിക്കാനൊക്കൂ എന്ന് മില്ലുകാർ പറഞ്ഞ് പല മില്ലുകാരും സംഘടിതമായിട്ട് മാറി നിന്നു. ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ ഇതിൽ പൂർണ്ണ പരാജയമാണെന്നൊരു കർഷകരെന്ന നിലയിൽ എനിക്ക് ബോധ്യപ്പെട്ടു. നടുക്കെ മേലത്തിങ്കരി പാടത്ത് 2 ആഴ്ച മുമ്പാണ് കൊയ്ത്ത് നടന്നത്. കൊയ്തെടുത്ത നെല്ലിൽ ഈർപ്പത്തിന്റെയും പതിരിന്റെയും തോത് കൂടുതലാണ് എന്ന പേരിൽ മില്ലുകാർ 15 കിലോഗ്രാം വരെ കിഴിവ് ആവശ്യപ്പെട്ടു. എന്നാൽ 4.5 കിലോയിൽ കൂടുതൽ കിഴിവ് നൽകാൻ കർഷകർ തയ്യാറായില്ല. കർഷകർ വിഷയം കൃഷിമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതോടെ ഗുണനിലവാര പരിശോധനയുടെ അടിസ്ഥാനത്തിൽ നെല്ല് സംഭരിക്കാമെന്ന മില്ലുകാർ സമ്മതിച്ചുവെങ്കിലും 5.5 കിലോ കിഴിവ് ഈടാക്കിയാണ് നെല്ല് സംഭരിച്ചത്. മഴയെ ഭയന്നാണ് 1 കിലോ നെല്ല് അധികമായി നൽകി സംഭരണത്തിന് കർഷകർ തയ്യാറായത്. കൃഷിവകുപ്പിന് കീഴിൽ ശാസ്ത്രീയമായ ഗുണനിലവാര പരിശോധനാ സംവിധാനം ഇല്ലാത്തതാണ് ചൂഷണത്തിന് ഇടയാക്കുന്നത്. അമൃത ന്യൂസ്, ആലപ്പുഴ.